ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുളിച്ചിട്ട് വന്നതുകൊണ്ട് നല്ല ഉത്സാഹമുണ്ട് കളിക്കാൻ. ഇന്നലെ ഡേറ്റ് വെച്ച് ഈ സ്ഥലം മൊത്തം ഗ്രാസ് സ്പ്രെഡ് ആയതിനു ശേഷം ഞാൻ ബോൺ മീൽ വെച്ച് ബോൺ ചെയ്ത് ഇത്ര ഗ്രാസും ആക്കി. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും വെച്ചു. കുറച്ച് സ്ഥലത്തും കൂടി ഫ്ലവർ വെക്കാണ്ട് ഞാൻ ഇപ്പൊ കയറിയാണ് ഇവിടെ ബോൺ മീലൊക്കെ ചെയ്തത്. ഇവിടെ മൊത്തം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇച്ചിരിയും കൂടി ലുക്ക് ഉണ്ട് നമ്മുടെ ഇപ്പൊ ബേസ് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ഈ ഒരു ഏരിയയിലോട്ട് തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു ചെറിയൊരു ബിൽഡിംഗ് കൂടി കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആ താഴെ ആ ഒരു സ്ഥലത്തായിട്ട് ഒരു പോണ്ട് ഉണ്ടാക്കാൻ പോവാണ്. ഈ ഒരു കുളം കൂടി വരുമ്പോൾ അവിടെ ഇച്ചിരിയും കൂടി നാച്ചുറലാലിറ്റി വരും. അപ്പൊ കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഈ ബാമ്പു ഒക്കെ എടുത്തേക്കാം, കാരണം ബാമ്പു ഒക്കെ സൈഡിൽ കൊണ്ട് അങ്ങ് നട്ടു വെച്ചേക്കാം. ലീഫ് ലിറ്ററിന്റെ ആവശ്യമുണ്ട്, എടുത്തേക്കാം. എന്തില്ലാന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ എടുത്ത് ഞാൻ വരാം. എന്തൊക്കെയോ ഞാൻ എടുത്തിട്ടുണ്ട്. അയ്യോ രാത്രി വരാം, ഞാൻ എന്തെങ്കിലും തിരിച്ചു വന്ന് കിടന്ന് രാവിലെ ആക്കിയിട്ട് വരാം. ഉപകാരപ്പെടും തോന്നിയ കുറച്ച് കണ്ട സാധനങ്ങളെല്ലാം വലിച്ചെടുത്ത് ഞാൻ പോകുന്നുണ്ട് ഈ പോണ്ട് ഉണ്ടാക്കാൻ. ഇത് ഈ ഒരു ഏരിയയിലോട്ടായിട്ട് ഉണ്ടാക്കാം. ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് ഞാൻ ഡിഗ് ചെയ്യട്ടെ. ഒരു വട്ടം പോലെയും വട്ടം അല്ലാത്ത പോലെയും തോന്നണം. അതൊരു നാച്ചുറാലിറ്റി വേണം. ഞാനൊരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്കൊക്കെ മാറ്റി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ വട്ടമാണ്, വട്ടം അല്ലാത്തൊരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഞാൻ പൊട്ടിച്ച് ഒരു കുറച്ച് താഴ്ച കൊണ്ടുവരാം. ഓക്കെ, അത് ചെയ്ത് ഒരു ലെയറും കൂടി താഴത്തോട്ട് ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരിയും കൂടി നാച്ചുറാലിറ്റി തോന്നും. നാച്ചുറാലിറ്റി ഓക്കെ, ഇത് കാണുമ്പോൾ ഇപ്പോൾ ഒരു നാച്ചുറൽ കുഴി പോലെ തന്നെ ഉണ്ട്. ഇതിലോട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അവിടെ നമുക്ക് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒഴിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇനിയിപ്പോൾ ഈ സെന്ററിൽ നിന്ന് വെള്ളം എടുക്കുക, ഇങ്ങോട്ട് ഒഴിക്കുക, അവിടെ ഇൻഫിനിറ്റ് വാട്ടർ ആക്കുക. അങ്ങനെ തന്നെ മൊത്തത്തിൽ അങ്ങ് ചെയ്യണം. താഴത്തെ ഏരിയ മൊത്തം ഞാൻ അങ്ങനെ ഇട്ടുണ്ട്. ഇനി ഇത് രണ്ടാമത്തെ നിലയിലോട്ടും കൂടി ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഈ മോൾ ഭാഗം കൂടി ചെയ്താൽ മതി. ഇതും കൂടി ഞാൻ ചെയ്തിട്ട് ഇതേ വരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാമ്പു ഒക്കെ എടുത്തിട്ട് സൈഡിലോട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ബാമ്പു എടുത്തിട്ടുണ്ട് ഇവിടെ 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 പിന്നെ ഈ ഒരു സൈഡിലോട്ടായിട്ട് 2-3 കൂടി അങ്ങ് വെച്ചു കൊടുക്കുക. ബാമ്പു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വളർന്ന് കിട്ടിയാൽ മാത്രം മതി. വളർന്ന് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ഭംഗിയാവും. ഇതിവിടെ മറ്റേതെന്ത് ഇവിടെ നമ്മുടെ കുളം കാണാൻ നല്ല രസമുണ്ട്. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യാണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്ന് വെച്ചാൽ ഞാനൊരു ക്രെയിൻ പണിയാൻ പോവാണ്. ഇവിടെ അതെ ക്രെയിൻ ഈ ഒരു സ്ഥലത്തല്ല, ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ആ ക്രെയിൻ ഉണ്ടാക്കാൻ പോകുന്നത്. ക്രെയിൻ എന്താ അറിയാത്തവരാരും ഉണ്ടാവില്ലായിരിക്കുമല്ലോ അല്ലെ? അല്ല, അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഫോട്ടോ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ക്രെയിൻ എന്താന്ന്. പിന്നെ നമ്മുടെ കൊക്കിനെയും ക്രെയിൻ എന്നല്ല പറയാം ഇംഗ്ലീഷിൽ. അപ്പൊ ഇതൊരു കൺസ്ട്രക്ഷൻ ക്രെയിൻ എന്ന് പറയാ. ഇതിന് കൺസ്ട്രക്ഷൻ ക്രെയിൻ എന്നാ പറയാ ഇതിന് ശരിക്കും. ഞാൻ ഇവിടെ ലേശം ക്ലിയർ ചെയ്യട്ടെ, കാരണം ഇവിടെ ഉണ്ടാക്കിയാൽ ആ ഒരു ക്രെയിനിൽ ഒരു ഭംഗി വരുള്ളൂ. പിന്നെ ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി വെക്കുന്നൊന്നല്ല. നമ്മുടെ ഒരു ബേസ് ഉള്ള സ്ഥലം ഒരു മലേന്റെ മണ്ടലായതുകൊണ്ട് ക്രെയിൻ നന്നായിട്ട് ചേരും തോന്നി. ഞാൻ പിന്നെ ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഡിസൈൻ കിട്ടി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. പിന്നെ കുറച്ച് എപ്പിസോഡ് ഇങ്ങനത്തെ ബിൽഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു, കാരണം ഫാമൊക്കെ ഉണ്ടാക്കി മടുത്ത്. നമുക്ക് പിന്നെ ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ സീരീസ് പെട്ടെന്ന് തന്നെ തീർക്കാനൊന്നും ആലോചിക്കുന്നില്ല. പണ്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവന്റെ പേര് ഡയമണ്ട് ദാസ്. ഞാൻ പണ്ട് ആർത്തിയോട് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ എന്നോട് പറയായിരുന്നു, എടാ പതിയെ കഴിച്ചാ പനിയും തിന്നാന്ന്. അങ്ങനെ അവൻ കാരണം ഞാൻ പതിയെ കഴിക്കാൻ പഠിച്ചു. പക്ഷെ ഇന്നിപ്പോ അവൻ ഹിമക്കരടീനെ പോലെ തടിച്ചു കൊഴുത്തിരിക്കുകയാണ്. ഞാനൊരു ദിവസം അവന്റെ വീട്ടിൽ പോയപ്പോഴായിരുന്നു ഇത് കാണുന്നത്. കാരണം വടി പോലുണ്ടായിരുന്ന അവൻ കൊറോണ കാലത്തിന് ശേഷം ഹിമക്കരടിയായി. എനിക്ക് അവൻ ആരാന്ന് പോലും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, ക്ലാസ് തെറ്റിപ്പോയി 5ാം ക്ലാസ്സിൽ കയറിയതാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറഞ്ഞു, എടാ ബാല, ഞാൻ നിന്റെ കൂട്ടുകാരനാടാ, ദാസനാടാന്ന് പറഞ്ഞു. ഇന്നത്തെ തള്ളുകഥയൊക്കെ ഇത്ര മതി. ഞാൻ പൊട്ടിച്ച് കഴിയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തട്ടി വിട്ടാണ്. ഞാൻ ഈ ബാക്കിയെല്ലാം കൂടി പെട്ടെന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രെയിൻ എടുത്ത് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി. അതിനു മുമ്പ് എനിക്ക് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. അയൺഫാമിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് പോയിട്ടില്ല. പോയിട്ട് ചെസ്റ്റിൽ എത്ര അയണായി നോക്കട്ടെ. കുറേ ഉണ്ടായി പോയിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇത്ര അയണായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ അയൺ എടുത്തിട്ട് ആ പൊട്ടന്മാർക്ക് കൊണ്ട് കൊടുത്തിട്ട് എമറാൾഡ് ഒപ്പിക്കട്ടെ. അയനുണ്ടേ ചേട്ടാ, അയൺ പിടിച്ചോ, എമറാൾഡ് തന്നോ. അയൺ പിടിച്ചോ, എമറാൾഡ് തന്നോ. ഞാൻ 3 മെൻഡിങ് വാങ്ങിയിട്ട് ഈ ടൂളിലോട്ടും കിട്ടാമല്ലോ. ഇപ്പൊ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ആക്സും പിക്കാക്സും ആണ്. ഷവലും കൂടി ഇട്ട് വെച്ചേക്കാം. ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന XP ഇതിലോട്ടങ്ങ് പോയാൽ പിന്നെ എനിക്ക് XP ഫാം വരെ പോയിട്ട് ഇത് മെൻഡി ഉണ്ടല്ലോ. ഞാൻ ആ ഫസ്റ്റത്തെ മെൻഡിങ് എടുത്തിട്ട് ആക്സിലോട്ടാണ് ഇട്ടെ. ആ പൊട്ടന്മാരാകുമ്പോൾ അയൻ്റെ ട്രേഡൊക്കെ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ മരം കുറച്ച് മുറിക്കട്ടെ. കുറച്ച് മരത്തിന്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് കുറച്ച് മുറിക്കുന്നുള്ളൂ. ഞാൻ ഒരു മെൻഡിങ്ങും കൂടി വാങ്ങിയിട്ടുണ്ട്. അതെടുത്ത് നമ്മുടെ പിക്കാക്സിലും അടുത്ത മെൻഡിങ് എടുത്ത് ഷവലിലും കൂടി ഇടാം. അതും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ ക്രെയിൻ ഉണ്ടാക്കാനുള്ള പണിയാണ് നോക്കുന്നത്. ഞാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഇപ്പം അപ്ഡേറ്റ് ചെയ്യാം. ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ബിൽഡ് ചെയ്യട്ടെ.
അതങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇവിടെ നിന്ന് കാണുമ്പോഴും അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ആ ഒരു പാമ്പ് ഇരിക്കുന്നുണ്ട് മര്യാദ കാണാൻ പറ്റുന്നില്ല തോന്നുന്നില്ല. പാമ്പ് അങ്ങ് പൊട്ടിച്ചളഞ്ഞേക്കാം. ഇതിങ്ങ് ഇവിടുന്ന് പൊട്ടിച്ചു മാറ്റാൻ. എൻ്റെ ഇതെടുത്ത് ഞാൻ ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ മതി, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് കാണാം അത് ഇവിടെ നിന്ന്. സത്യം പറയാലോ, ഈ വേൾഡ് കളിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബിൽഡിങ്ങിൽ എനിക്ക് കുറച്ച് കഴിവുണ്ടെന്ന്. ഈ സീരീസ് അറിയുമ്പോൾ ബെഡ് റോക്ക് എഡിഷനിൽ എനിക്കൊരു സീരീസ് തുടങ്ങാൻ താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഒന്നില്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ എമുലേറ്റർ വെച്ച് കളിക്കേണ്ടി വരും. എന്തായാലും ഞാൻ ബെഡ് റോക്ക് എഡിഷനിൽ ഒരു സീരീസ് തുടങ്ങും. ഈ കാണുന്നില്ലായിരുന്നു കമന്റ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഐഡിയ ഒക്കെ നിങ്ങൾ കമന്റിലിടുക. അപ്പോൾ എനിക്കത് വേൾഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ശർമാജി, ഇതാണ് എൻ്റെ അയൽക്കാരൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ശർമാജി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.